ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ NCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ജോഗ്രഫി നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ഹിസ്റ്ററി ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ബയോളജി ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകളും കണ്ടു എന്ന് വിചാരിക്കുന്നു. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് +1 ജോഗ്രഫിയിൽ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ എന്തായാലും കാണാം. ബാക്കി ചാപ്റ്റേഴ്സ് ഇപ്പോൾ ജോഗ്രഫി ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിലും എക്സാമിന് തൊട്ട് മുമ്പായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ NCERT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ NCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ എക്സാമിൻ്റെ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കുറേ കമൻറ്റ്സ് കണ്ടു. ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ച് കണ്ടിരുന്നു. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പ് അതിൽ ആദ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാനിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട്സുകൾ ഇടാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻസർ വരുന്നത് റാഫി അഹമ്മദ് ഖിദ്ദായാണ് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്തെന്നാണ്? ഏതാണ് ആൻസർ വരുന്നത്? ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? എന്താണ് ചോദിച്ചിരിക്കുന്നതെന്നാണ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള വരില്ല അല്ലേ. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ ശരിയാണ്. രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ അതും ശരിയാണ്. ആഭ്യന്തര സ്വയംഭരണം ഉറപ്പാക്കാൻ അത് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാ വരുന്നത്? D ആണ്. 2, 3 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നാലും നമുക്കിതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് NCERTയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. 10th പ്രിലിംസിൻ്റെ എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 1ൽ നടന്ന ചോദ്യങ്ങളിൽ ഇന്ത്യ ഹിസ്റ്ററി, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, പിന്നെ ഇതാണ് വന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ നമ്മുടെ കൂടുതലും ചോദിച്ചിരിക്കുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ ആ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് NCERTയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ 10th പ്രിലിംസ് എന്നല്ല, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു എക്സാം ആണെന്നുണ്ടെങ്കിലും ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് ഈ ഒരു NCERTയിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പ്രിലിംസ് എക്സാമിന് വന്ന സ്ഥിതിക്ക് എന്തായാലും ഇനി വരുന്ന മെയിൻസ് എക്സാമുകളിലൊക്കെ ഇനി NCERTയും കൂടെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ്, LGS എന്നീ എക്സാമുകളിലേക്കുള്ള NCERT ക്ലാസ്സുകൾ നമുക്ക് ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ നമുക്ക് ഈ 10th പ്രിലിംസിൻ്റെ 3-4 സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ +2 ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യ ഹിസ്റ്ററിയിലെ 2 ചാപ്റ്റർ, പൊളിറ്റിക്കൽ സയൻസ് ആണ്, 2 ചാപ്റ്റർ എന്തായാലും ഇനി വരുന്ന എക്സാമുകൾക്ക് പോകുന്നവർ പഠിക്കാതെ പോകരുത്. കാരണം ഈ 2 ഈ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അധ്യായം 1 ആണ്, രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ. ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് എല്ലാം വായിച്ചു പോകാനുള്ള സമയമൊന്നുമില്ല. എല്ലാം വലിച്ച് വാരി പഠിക്കുക എന്ന് പറയുന്നതും എളുപ്പമുള്ള കാര്യമല്ല. ഒരു ചാപ്റ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് ടേബിൾസൊക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു പോകാം കേട്ടോ. അതൊക്കെയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമുക്ക് ഈ 2ാമത്തെ ചാപ്റ്ററിൽ കൂടുതലും ടേബിളിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ടേബിളല്ല, ബോക്സിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള പഠിച്ചു പോകാം. ഓക്കെ, ക്ലാസ്സിൽ കിടക്കാം അല്ലേ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഹൈപ്പും കൂടി ചെയ്യുക. പുതിയ രാഷ്ട്രം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നറിയപ്പെടുന്ന വിഖ്യാതമായ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ പറയുന്നത്.
നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പറയുന്നുണ്ട് 1947 ഓഗസ്റ്റ് 14-15 അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്രമായി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആ രാത്രിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ വിധേയമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്ന സുപ്രദമായിട്ടുള്ള പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ അല്ലേ ഈ ഒരു അനർഘ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യക്കാർ കാത്തിരുന്നത്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ നിരവധി അഭിപ്രായ ധാരണകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് പ്രധാനപ്പെട്ട കുറേ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കിയേ, ഒരു പക്ഷേ അതുവരെ പിറവിക്കൊണ്ട മറ്റൊരു രാജ്യവും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പ്രശ്നസങ്കീർണമായ അവസ്ഥയിലായിരുന്നു 1947 ഇന്ത്യയുടെ ജനനം. രാജ്യത്തിൻ്റെ വിഭജനത്തോടൊപ്പമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അഭൂതപൂർവമായ അക്രമങ്ങളുടെയും പലായനം സൃഷ്ടിച്ച ആഘാതങ്ങളുടെയും വർഷമായിരുന്നു 1947. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്ര ഇന്ത്യ അതിൻ്റെ നിരവധിയായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രയാണം ആരംഭിച്ചത്. 1947 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് 3 വെല്ലുവിളികളെ കുറിച്ചിട്ടാണ്. രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സഭാംഗങ്ങളോട് നെഹ്റു ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുക. രാഷ്ട്ര നിർമ്മാണം, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കൽ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ ഏതൊക്കെയാണ്? രാഷ്ട്ര നിർമ്മാണം, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കൽ. രാഷ്ട്ര നിർമ്മാണം, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കൽ. ഇനി രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞ 3 പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇതൊക്കെയാണ് രാഷ്ട്ര നിർമ്മാണം, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക. ഇതിൽ രാഷ്ട്ര നിർമ്മാണത്തിനെ കുറിച്ച് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്നാമത്തത് വിഭജനം. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തം അനുസരിച്ചാണ് ഇന്ത്യയെ 2ആയിട്ട് വിഭജിച്ചത്. അപ്പോൾ മുസ്ലിം ലീഗാണ് ആദ്യമായിട്ട് ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ. ഇതനുസരിച്ചാണ് ഇന്ത്യയെ 2ആയിട്ട് വിഭജിക്കുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത ജനതകളാണെന്ന് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിലൂടെ പാർട്ടി വാദിച്ചു. വ്യത്യസ്ത ദേശീയതയുള്ളവർക്ക് ഒരുമിച്ച് താമസിക്കുക അസാധ്യമായതിനാൽ മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ബ്രിട്ടീഷ് പിന്തുണയോടെ മുസ്ലിം ലീഗിന് അവരുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിച്ചു. അപ്പോൾ കോൺഗ്രസ് പാർട്ടി അതായത് മുസ്ലിങ്ങൾക്ക് വേറൊരു രാഷ്ട്രം വേണമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ദ്വിഭജന സിദ്ധാന്തത്തിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ബ്രിട്ടീഷുകാരുടെ സഹായത്തോട് കൂടിയിട്ട് അവരെന്താണ് പാകിസ്ഥാൻ രൂപീകരിക്കുകയാണല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ, വേറൊരു രാഷ്ട്രം രൂപീകരിക്കണം. ഇനി വിഭജന പ്രക്രിയ. അപ്പോൾ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണെന്ന് പറഞ്ഞു. ഈ രാഷ്ട്ര നിർമ്മാണത്തിലാണ് വിഭജനം വരുന്നത്. ഇനി വിഭജന പ്രക്രിയ എങ്ങനെയൊക്കെയായിരുന്നു? വിഭജനം നടപ്പിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തായിരുന്നു? മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക മേഖല ഇല്ലായിരുന്നു. ഏക മേഖല ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മുസ്ലിംസിനെ സംഘടിപ്പിക്കണം അല്ലേ. എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരുവാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും എല്ലാവരും എന്താണ് ഈ പാകിസ്ഥാനിൽ ചേരണമെന്ന് പറയുന്ന അതിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ ചേരാൻ വിസമ്മതിച്ചു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായി പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിങ്ങളായിരുന്നു ഭൂരിപക്ഷം. അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് പഞ്ചാബ്, ബംഗാളും. എന്നാൽ അവിടെ ഭൂരിപക്ഷം കൂടുതലായിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു അല്ലേ. മുസ്ലിങ്ങളല്ലാത്തവരായിരുന്നു. ഇനി അതിർത്തി പ്രദേശങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമായിരുന്നു വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റൊരു പ്രശ്നം. അതിർത്തി പ്രദേശങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമാണ് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ് പറഞ്ഞത്? രാഷ്ട്ര നിർമ്മാണം, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക, സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കൽ. ഇതിലെ രാഷ്ട്ര നിർമ്മാണത്തിലാണ് വിഭജനം വരുന്നത് അല്ലേ. വിഭജനം എന്ന് പറയുമ്പോൾ എന്താണ്? മുസ്ലിം ലീഗ് വേറൊരു രാഷ്ട്രം വേണമല്ലേ, മുസ്ലിങ്ങൾക്ക് വേണ്ടി വേറൊരു രാഷ്ട്രം വേണമെന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 ജനതയാണ്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വേറൊരു രാഷ്ട്രം വേണമെന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതിനെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ബ്രിട്ടീഷുകാരുടെ സഹായത്തോട് കൂടിയിട്ട് വേറൊരു രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരാണല്ലേ.
ഇനിയും എന്താണ് വിഭജന പ്രക്രിയ. അപ്പോൾ വിഭജന പ്രക്രിയ എന്ന് പറയുമ്പോൾ ഈ വിഭജനം നടപ്പിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാരണങ്ങളാണ്. കാരണം എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും ഇങ്ങനൊരു രാജ്യം ഇങ്ങനൊരു ഇത് വരാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ ചേരാനായിട്ട് താല്പര്യമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്ന പഞ്ചാബിലും ബംഗാളിലും കൂടുതലായിട്ടുണ്ടായിരുന്നത് അമുസ്ലിങ്ങളായിരുന്നു. അതിർത്തി പ്രദേശങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നവും അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ്. ഇനി വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഈ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? ദുരന്തമായ മനുഷ്യ കൈമാറ്റം, കൊലയും തട്ടിക്കൊണ്ടുപോകലും, വർഗീയ മേഖലകളുടെ രൂപപ്പെടൽ, നിർബന്ധിത വിവാഹവും മതപരിവർത്തനവും, പല കുട്ടികളും അനാഥരായി തീർന്നു. അപ്പോൾ ഈ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ദുരന്തമായിട്ടുള്ള മനുഷ്യ കൈമാറ്റം, കൊലയും തട്ടിക്കൊണ്ടുപോകലും, വർഗീയ മേഖലകളുടെ രൂപപ്പെടൽ, നിർബന്ധിത വിവാഹവും മതപരിവർത്തനവും, പല കുട്ടികളും അനാഥരായി തീർന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് ക്ലിയർ ആണല്ലോ അല്ലേ? വിഭജനം എന്ന് പറയുന്ന ഒരു ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ? രാഷ്ട്ര നിർമ്മാണത്തിലാണ് നമ്മൾ വിഭജനത്തെക്കുറിച്ച് പറഞ്ഞത്. വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളും എന്താണ് പ്രത്യാഘാതങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഈ എന്തുകൊണ്ടൊക്കെയാണ് ഈ വിഭജനം നടപ്പിലാക്കുന്നതിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെന്നും നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത് പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അല്ലേ? പ്രധാനമായിട്ടും സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വേറൊരു വെല്ലുവിളിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത് അല്ലേ? കറക്റ്റ് SCERT പറയുന്ന പോയിന്റാണ്. ബ്രിട്ടീഷ് കോളനിയായി മാറിയ ഇന്ത്യയിൽ 2 മേഖലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് കോളനിയായിട്ട് മാറിയ ഇന്ത്യയിൽ എത്ര മേഖലകളുണ്ടായിരുന്നു? 2 മേഖലകളുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തിയ മേഖലകളെയാണ് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നാട്ടുരാജാക്കന്മാർ തന്നെയാണ് അവിടെ ഭരണം നടത്തുന്നത് അല്ലേ? അതിനെയാണെന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഈ നെക്സ്റ്റ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണം നേരിട്ട് നടത്തിയിട്ടുള്ള പ്രവിശ്യകളെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു വെച്ചിരിക്കുന്ന 2 കാര്യം എന്താണ്? ഈ നമ്മുടെ നാട്ടുരാജ്യങ്ങൾ മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നാട്ടുരാജാക്കന്മാരാണ് അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു? ആദ്യം 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം ചില നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയ അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അനുസരിച്ച് സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ LGS ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു തോന്നുന്നു. ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡേറ്റ് നടന്ന ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ നാട്ടുരാജ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അനുസരിച്ച്, അതായത് ബ്രിട്ടീഷുകാരെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇവരോട് പറഞ്ഞു, ഒന്നിലാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അനുസരിച്ചിട്ട് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്നില്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലാന്നുണ്ടെങ്കിൽ സ്വതന്ത്ര നാട്ടുരാജ്യമായിട്ട് നിലനിൽക്കാം. ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരമാർക്കായിരുന്നു? രാജാക്കന്മാർക്കായിരുന്നു. ഇത് ഏകീകൃത ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറി. തിരുവിതാംകൂർ നാട്ടുരാജ്യം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുമെന്ന് അവിടുത്തെ ഭരണാധികാരി പ്രഖ്യാപിച്ചു. അപ്പോൾ തിരുവിതാംകൂർ കാര്യം പറയാണ്, ഇത് സ്വതന്ത്ര രാഷ്ട്രമാണ്, ഇവിടെ ഞങ്ങൾ വേറെ ഒന്നിലും ചേരുന്നില്ല എന്ന് പറയുകയാണല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നാട്ടുരാജാക്കന്മാരാണ് അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ എന്താണ്? ബ്രിട്ടീഷ് മേൽക്കോയ്മ അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് വെച്ചാൽ? ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണം നടത്തിയിട്ടുള്ള മേഖലകളെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു? 565 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അത്ര എളുപ്പമായിരുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം
സമീപിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ചേരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കായിരുന്നു? രാജാക്കന്മാർക്കായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർകാർ പറഞ്ഞു ഞങ്ങൾക്ക് എന്താണ് വേറൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് ഈ നാട്ടുരാജ്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സംയോജിപ്പിക്കണം എന്ന് വെച്ചാൽ എന്താണ് ഏതെങ്കിലും ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ചേർക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേർക്കണം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിർത്തണം അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ് സമീപനം എങ്ങനെയായിരുന്നു? ഇന്ത്യ അനേകം നാട്ടുരാജ്യങ്ങളുമായി വിഭജിക്കപ്പെടാനുള്ള സാധ്യതയ്ക്കെതിരെ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഗവൺമെൻറ് പറയുകയാണ് ഇങ്ങനെ കുറേ നാട്ടുരാജ്യങ്ങളാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ നാട്ടുരാജ്യങ്ങളാക്കാനുള്ള ഒരു നാട്ടുരാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എതിർപ്പാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സമീപനം 3 പരിഗണനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഏതൊക്കെയാണ് 3 പരിഗണനകൾ? നമുക്ക് SCRT പറയുന്നില്ല ഒരു പോയിന്റ് കേട്ടോ. എന്താണ്? മിക്ക നാട്ടുരാജ്യങ്ങളിലെയും ജനങ്ങൾ ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നു. എന്താ പറയുന്നത്? 3 പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ്? മിക്ക നാട്ടുരാജ്യങ്ങളിലെയും ജനങ്ങൾ ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രദേശങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കുക, ഇന്ത്യയുടെ ഭൂപരമായ ഐക്യം കാത്തുസൂക്ഷിക്കുക. പ്രദേശങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കുക, ഇന്ത്യയുടെ ഭൂപരമായ ഐക്യം കാത്തുസൂക്ഷിക്കുക. അപ്പോൾ 3 പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇവർ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല എന്ന് മിക്ക നാട്ടുരാജ്യങ്ങളും എന്താണ് ഇന്ത്യയിൽ ചേരാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രദേശങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കണം, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂരൂപമായിട്ടുള്ള ഐക്യം കാത്തുസൂക്ഷിക്കണം. നെക്സ്റ്റ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലും മലയാളിയായിട്ടുള്ള VP മേനോനാണ് അല്ലേ. അപ്പോൾ VP മേനോനാണ് പ്രധാനമായിട്ടും നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് VP മേനോനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും നാട്ടുരാജ്യ സംയോജനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പഠിച്ചു വെച്ചിരിക്കാം. വളരെ ഉറച്ചതും അതേസമയം നയതന്ത്രപരമായ സമീപനങ്ങളിലൂടെയാണ് അദ്ദേഹം വിവിധ നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയ പൂർത്തിയാക്കിയത്. അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആരാണ്? VP മേനോനായിരുന്നു. അപ്പോൾ VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ ലയിപ്പിച്ചത് ലയന കരാറിലൂടെയാണ്. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കുന്നത് ഏത് കരാറാണ്? ലയന കരാറിലൂടെയാണ് അല്ലേ. അങ്ങനെ ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ്, മണിപ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളെ ലയനം പ്രശ്നം സങ്കീർണമായിരുന്നു. അപ്പോൾ നമുക്ക് SCRT പറയുന്ന പോയിന്റ് കാണാനായിട്ട് പറ്റും. ഹൈദരാബാദും കാശ്മീറും ജുനഗഡും ഒന്നും ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കെടുക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് NCRT കാണാനായിട്ട് സാധിക്കും മണിപ്പൂർ എന്ന് പറയുന്നത് കേട്ടോ. മണിപ്പൂർ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 4 പഠിച്ചിരിക്കാം. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ, മണിപ്പൂർ എന്നിവയുമാണ് നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിൽ പങ്കെടുക്കാനായിട്ട് ഉണ്ടാവാണ്ടിരുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഓരോന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹൈദരാബാദ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലിയ നാട്ടുരാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഹൈദരാബാദാണ്. ഈ ഹൈദരാബാദിൻ്റെ ഭരണാധികാരിയെ എന്നാ പറയുന്നത്? നൈസാം എന്നാണ് പറയുന്നത് അല്ലേ. ഇനി അർദ്ധസൈനിക വിഭാഗമാണ് റസാഖർ എന്ന് പറയുന്നത് അർദ്ധസൈനിക വിഭാഗമാണ്. ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിർത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിർത്തുവാൻ ആരെ ആഗ്രഹിക്കുകയാണ്? നമ്മുടെ നൈസാം ഭരണാധികാരിയായിട്ടുള്ള നൈസാം ആഗ്രഹിക്കുകയാണ്. ഹൈദരാബാദ് എന്ന് പറയുന്നത് വലിയ നാട്ടുരാജ്യമാണ്. ഇതിനെ ഒറ്റ നാട്ടുരാജ്യമായി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതേ സമയം നൈസാമിനെതിരെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്തു നിന്നുള്ള സമരം ശക്തമായി. അപ്പോൾ ഇങ്ങനെ കുറേ പേർക്ക്, അതായത് ഈ ഒരു ഹൈദരാബാദിലുള്ള കുറച്ച് പേർക്കൊന്നും താല്പര്യമില്ല ഇങ്ങനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യമായിട്ട് നിൽക്കണം എന്ന് പറയുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഹൈദരാബാദിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെയായിട്ട് കുറേ പ്രതിഷേധങ്ങൾ വരാണ്. ഈ ജനകീയ സമരത്തെ അടിച്ചമർത്താൻ നൈസാം തൻ്റെ അർദ്ധസൈനിക വിഭാഗത്തെ വിനിയോഗിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അർദ്ധസൈനിക വിഭാഗത്തിൽ നിന്ന് അറിയപ്പെടുന്നത്. റസാഖറാണ് അല്ലേ. റസാഖറാണ് ഇവരെ ചെയ്യുന്നത് ഈ ജനകീയ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി സ്ഥിതിഗതികൾ വഷളായപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സൈനികമായ ഇടപെടൽ നടത്തി. ഏതാനും ദിവസത്തെ രൂക്ഷമായ പോരാട്ടത്തിന് ശേഷമാണ് നൈസാം കീഴടങ്ങിയത്. ഇത് ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. ഓക്കെ, അപ്പം അതിനുശേഷം നൈസാം തോൽക്കാണല്ലേ. അങ്ങനെ നൈസാം എന്ത് ചെയ്യാണ്? നിർബന്ധിതരാവാണ്. ഹൈദരാബാദിനെ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിതരാവാണ്. അപ്പോൾ ഹൈദരാബാദിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്, അതുപോലെ തന്നെ മണിപ്പൂരാണ് അല്ലേ. ഹൈദരാബാദിനെ കുറിച്ച് എന്താ പറഞ്ഞത്?
ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലുതാണ്. നിസാമാണ് ഭരണാധികാരി. അർദ്ധസൈനിക വിഭാഗം റസാക്കറാണ്. ഈ ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിർത്തുവാനാണ് നിസാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനെതിരെയായിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ജനങ്ങളൊക്കെ എന്താണ് പ്രാദേശിക ഇടപെടൽ നടത്താണ്, അതായത് കുറച്ച് സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടത്താണ്. ഇതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് റസാക്കറിനെ വിളിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഇതിനെ അടിച്ചമർത്താൻ നോക്കിയെങ്കിലും ആ ഒരു പ്രതിഷേധം നന്നായിട്ട് ശക്തമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ നിസാം കീഴടങ്ങാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു? ഹൈദരാബാദിൽ ഏൽപ്പിച്ചു. ഓക്കെ, നെക്സ്റ്റ് ജുനഗഡ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹിതപരിശോധനയിലൂടെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതായത് ഹിതപരിശോധനയിലൂടെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇതാണ് ജുനഗഡാണ്. അപ്പോൾ ഹിതപരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചതാരാണ്? ജുനഗഡാണ്. ഇനി മണിപ്പൂർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവ് ബോധചന്ദ്ര സിംഗ് ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ മണിപ്പൂരിലെ മഹാരാജാവ് ആരാണ്? ബോധചന്ദ്ര സിംഗ് ആയിരുന്നു. പൊതുജന അഭിപ്രായത്തിന് വഴങ്ങി 1948 ജൂണിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? പൊതുജനാഭിപ്രായത്തിന് വഴങ്ങിയിട്ട് 1948 ജൂണിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയാണ്. അങ്ങനെ മണിപ്പൂരിൽ ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ച നിലവിൽ വന്നു. അങ്ങനെ എന്ത് പേരാണ്? രാജവാഴ്ച, അതായത് ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയാണ് നിലവിൽ വരുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശമാണ് മണിപ്പൂർ എന്നാണ് ചോദിക്കാറുണ്ട്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂരിലെ സ്റ്റേറ്റ് കോൺഗ്രസ് ലയനത്തെ പിന്തുണച്ചു. എന്നാൽ മറ്റു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ലയനത്തിനെതിരെയായിരുന്നു. മണിപ്പൂരിലെ സ്റ്റേറ്റ് കോൺഗ്രസ് ഇതിനെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും മറ്റു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെയായിരുന്നു. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് തന്ത്രപരമായി മഹാരാജാവിനെ കൊണ്ട് 1949 സെപ്റ്റംബറിൽ ലയന കരാറിൽ ഒപ്പിടിച്ചു. 1949 സെപ്റ്റംബറിലാണ് ലയന കരാറിൽ ഒപ്പിടിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളോട് പഠിച്ചത്? നമുക്ക് മൂന്നല്ലേ ഹൈദരാബാദ്, കാശ്മീരിനെ കുറിച്ച് നമുക്ക് പഠിക്കുന്നതിനായിട്ടില്ല. ഹൈദരാബാദും അതുപോലെ തന്നെ ജുനഗഡ്, മണിപ്പൂരാണ് നമ്മൾ പറഞ്ഞത്. ഹൈദരാബാദിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നിസാമായിരുന്നു ഭരണാധികാരി. അദ്ദേഹം സമ്മതം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യുന്നതിന്. ഏതാണ് പറഞ്ഞത്? ഇങ്ങനെ ഇന്ത്യയിൽ ലയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഉള്ള പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം പോരാട്ടത്തിനിടയിൽ ലാസ്റ്റ് ഇന്ന് സംഭവിക്കുകയാണ്, ലയന കരാറിൽ ഒപ്പുവയ്ക്കുകയാണ്. നെക്സ്റ്റ് ജുനഗഡ് ആണെങ്കിൽ ഹിതപരിശോധനയിലൂടെയാണ് ഒപ്പുവയ്ക്കുന്നത്. മണിപ്പൂരാണെങ്കിലോ മണിപ്പൂരിലെ രാജാവായിട്ടുള്ള ആരായിരുന്നു? ബോധചന്ദ്ര സിംഗ് ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? പൊതുജനാഭിപ്രായത്തിന് വഴങ്ങിയിട്ട് 1948 ജൂണിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി. അങ്ങനെ അത് പ്രകാരം എന്താണ് ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ രാജവാഴ്ച തന്നെയാണെന്നെങ്കിലും ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയാണ് അവിടെ നിലവിൽ വന്നത്. അങ്ങനെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് അവിടെ നടക്കാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അങ്ങനെ ഇതിനിടയിലും കുറേ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് പേര് ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ എന്ത് സംഭവിച്ചു? അവസാനം 1949 സെപ്റ്റംബറിൽ ലയന കരാറിൽ ആരും ഒപ്പിടാണ്? മണിപ്പൂരും ഒപ്പിടാണ്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുകയെന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. എന്താ പറയുന്നത്? ഭാഷാപരമായിട്ടുള്ള അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുനഃസംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? വലിയൊരു വെല്ലുവിളി തന്നെയാണ് അല്ലേ. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുമെന്ന് ദേശീയ പ്രസ്ഥാനം വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ നേതാക്കൾ ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്ന ആശയത്തിൽ നിന്ന് പിന്നോക്കം പോവുകയാണ് ചെയ്തത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുമെന്ന് നേതാക്കന്മാർ ഭയപ്പെട്ടു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ നടപടിയെ പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ ജനങ്ങളും ചോദ്യം ചെയ്തു. എന്താ പറയുന്നത്? അതായത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു നാട്ടുരാജ്യങ്ങൾ ലയിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ കാര്യം തീരുമാനമായി. ഇനി സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണം. അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്തിന് ദേശീയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ചെയ്യാന്നുള്ളത് പുനഃസംഘടിപ്പിക്കാം, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവരൊക്കെ അതിൽ നിന്ന് പിന്മാറാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇവർ വിചാരിക്കുകയാണ് ഇനി ഇതുപോലെ തന്നെ വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ നടപടിയെ പ്രാദേശിക നേതാക്കളും ജനങ്ങളും ചോദ്യം ചെയ്തു. ഇനി എന്താണ് വിശാലാന്തര പ്രസ്ഥാനം? എന്താണ് വിശാലാന്തര പ്രസ്ഥാനം എന്ന് പറയുന്നത്? അതായത് ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഏത്? വിശാലാന്തര പ്രസ്ഥാനം. അതായത്
ഈ പ്രസ്ഥാനത്തിൽ ശക്തി പകർന്നുകൊണ്ട് ഗാന്ധിജിയും കോൺഗ്രസ് നേതാവും ആന്ധ്രക്കാരനുമായിട്ടുള്ള പോറ്റി ശ്രീരാമൻ എന്ത് ചെയ്തു? സത്യാഗ്രഹത്തിന് 56 ദിവസം അദ്ദേഹം അന്തരിച്ചത് ഒരു നിർണായക വഴിത്തിരിവായി മാറി. അതായത് പോറ്റി ശ്രീരാമൻ കൊണ്ടാണ് നിരാഹാര സത്യാഗ്രഹം നടത്താണ് അല്ലേ. പോറ്റി ശ്രീരാമലാണ് ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന പേരിൽ ആദ്യമായിട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത്. അങ്ങനെ അദ്ദേഹം മരിക്കുകയാണ്. അതാണ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ജനങ്ങൾ തെരുവിലിറങ്ങുകയും ആന്ധ്ര മേഖലയിലാകെ അക്രമാസക്തമായ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി 1952 ഡിസംബറിൽ പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ പോറ്റി ശ്രീരാമലാണ് ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് നിരാഹാരം കിടക്കുന്നത്. അങ്ങനെ അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാണ്. അങ്ങനെ 1952 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഒരു ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ കാരണമാകുന്നത്. ഈ സമരം രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സംസ്ഥാന പുനഃസംഘടനാ സമിതി. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നത് അല്ലേ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട സമിതിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഇതിൻ്റെ ചെയർമാൻ ആരാണ്? ഫാസിലേവിയാണ്. മറ്റു പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരാണ്? ഹൃദയാനന്ദ കുൻസ്രു, കെ എം പണിക്കർ അല്ലെങ്കിൽ എച്ച് എൻ കുൻസ്രു, അതുപോലെ തന്നെ കെ എം പണിക്കർ. മലയാളിയായിട്ടുള്ള അംഗം ചോദിക്കാറുണ്ട്. ആരാണ്? സർദാർ കെ എം പണിക്കരാണ്. അധ്യക്ഷനാരാണ്? ഫസലേലിയാണ്. സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 പാസ്സാക്കുന്നത്. 1953 ഈ സംസ്ഥാന പുനഃസംഘടനാ സമിതി വരുന്നത് എങ്കിലും 1956 പുനഃസംഘടനാ നിയമം പാസ്സാക്കുന്നത്. ഇത് പ്രകാരം ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഇത് പ്രകാരം എത്ര സംസ്ഥാനങ്ങളാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. കഴിഞ്ഞ ഈ അടുത്ത് നടന്ന ഏതൊരു എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര സംസ്ഥാനങ്ങളാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. ഇനി പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. 2000 രൂപം കൊണ്ട സംസ്ഥാനങ്ങളായിരുന്നു ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നിവ. 2014 രൂപം കൊണ്ട ഏത് സംസ്ഥാനമാണ്? തെലങ്കാനയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കാം. അവിടെ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികളാണ് അല്ലേ. വെല്ലുവിളികളെ കുറിച്ച് പറഞ്ഞു. 3 വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ 3 വെല്ലുവിളികളും നമ്മൾ പഠിച്ചു. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് വായിച്ച് നോക്കാം അല്ലേ. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഭാതം. നമ്മൾ നീണ്ട നാളുകളായി ഒരു സൂര്യോദയത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു. പക്ഷേ അതൊരിക്കലും ഈ നിറം കെട്ട ഇരുൾ വിഴുങ്ങിയ പ്രഭാതമായിരുന്നില്ല. ആകാശത്തിൻ്റെ അനന്തതയിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ലക്ഷ്യസ്ഥാനത്തെ നക്ഷത്രങ്ങളെ കണ്ടെത്താവുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. പക്ഷേ കൂട്ടുകാരി, നമ്മൾ ആഗ്രഹിച്ച പ്രഭാതം ഒരിക്കലും ഇതായിരുന്നില്ല. ഇതാരെ പറയുന്നത്? ഫായിസ് അഹമ്മദ് ഫായിസ് ആണ്. ആരാണ് ഫായിസ് അഹമ്മദ് ഫായിസ്? സിയാൽകോട്ടിൽ ജനനമാണ്. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ജീവിച്ചു. ഇടത് രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. അദ്ദേഹം പാകിസ്ഥാൻ ഭരണകൂടത്തെ എതിർക്കുകയും ജയിലാകുകയും ചെയ്തു. പാകിസ്ഥാൻ ഭരണകൂടത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. എന്നാൽ പാകിസ്ഥാനിൽ ജീവിച്ച ഒരാളാണ് ഫായിസ് അഹമ്മദ് ഫായിസ്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളിൽ നക്ഷെ ഇ ഫരിയാദി, ദാസ്ത് ഇ സാബ, സിന്ധാനാമ തുടങ്ങിയവ ഉൾപ്പെടുന്നു. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിസ്തൃതരായ ദക്ഷിണേഷ്യൻ കവികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. അപ്പം നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാരണം ഈ ഫായിസ് അഹമ്മദ് ഫായിസിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിച്ചു വെച്ചിരിക്കുക, കവിതാ സമാഹാരങ്ങൾ പഠിച്ചു വെച്ചിരിക്കാം. നക്ഷെ ഇ ഫരിയാദ്, ദാസ്ത് ഇ സാബ, സിന്ധാനാമ. ഏതൊക്കെയാണ്? നക്ഷെ ഇ ഫരിയാദ്, ദാസ്ത് ഇ സാബ, പിന്നെ സിന്ധാനാമ. നെക്സ്റ്റ് മുഹമ്മദ് അലി ജിന്ന 1947 ഓഗസ്റ്റ് 11 കറാച്ചിയിലെ പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയിട്ടുള്ള ഒരു അധ്യക്ഷ പ്രസംഗം കൊടുത്തിട്ടുണ്ട്. നാം ആ മനോഭാവത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും കാലക്രമേണ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ള, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പാരിഷ്യം അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ മുസ്ലിങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും നിങ്ങൾക്കിടയിൽ പത്താംകാരും പഞ്ചാബികളും ഷിയാകളും സുന്നികളും ഇങ്ങനെ പലരുമുണ്ട്. അതുപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ബ്രാഹ്മണരും വൈഷ്ണവരും ബംഗാളികളും മദ്രാസികളും അങ്ങനെ പലതുമുണ്ട്. നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷേത്രത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് പള്ളിയിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏത് ആരാധന സ്ഥലത്തേക്കോ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഏത് മതത്തിലോ ജാതിയിലോ വിശ്വാസത്തിലോ പെട്ടവരാകട്ടെ, അതൊന്നും രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നില്ല എന്ന് ആര് പറയുന്നുണ്ട്? മുഹമ്മദ് അലി ജിന്ന പറയുന്നുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് അമൃതാപ്രീതം എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഞാൻ ഇന്ന് വാരിസ് ഷായെ വിളിക്കുന്നു. ഓ വാരിസ് ഷാ, നിന്റെ ശവകുടീരത്തിൽ നിന്നും സംസാരിക്കൂ. സ്നേഹ പുസ്തകത്തിൻ്റെ അടുത്ത താള് മറിക്കൂ. ആരാണ് അമൃതാപ്രീതം?
അമൃതാപ്രീതമാരാണ്? വിഖ്യാതി പഞ്ചാബി കവിയത്രിയും എഴുത്തുകാരിയും സാഹിത്യ അക്കാദമി പുരസ്കാരം, പത്മശ്രീ, ജ്ഞാനപീഠം എന്നിവ ലഭിച്ചിട്ടുള്ളതാണ് അമൃതാപ്രീതത്തിന് അല്ലേ. വിഭജനത്തിന് ശേഷം ഡൽഹിയെ സ്വന്തം സ്ഥലമായി കരുതി താമസമാക്കി. മരണം വരെ അവർ പഞ്ചാബി മാസികയായ നാഗമണിയിൽ സജീവമായി എഴുതുകയും അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിക്കുകയും ചെയ്തു. അപ്പം നാഗമണി എന്ന് പറയുന്ന ആരുടേതാണ്? അമൃതാപ്രീതത്തിൻ്റെയാണ്. നാഗമണി എന്ന് പറയുന്ന മാസിക അല്ലേ, ഈ നാഗമണി എന്ന് പറയുന്ന മാസികയിൽ സജീവമായിട്ട് എഴുതിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ആര്? അമൃതാപ്രീതം. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ പറയുന്നുണ്ട്, നമുക്കൊരു മുസ്ലിം ന്യൂനപക്ഷമുണ്ട്, മറ്റെങ്ങോട്ടെങ്കിലും പോകണമെന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ എണ്ണം അത്രയ്ക്ക് വലുതാണ്. യാതൊരു തർക്കത്തിനും ഇടയില്ലാത്ത തരത്തിലുള്ള അടിസ്ഥാന വസ്തുതയാണിത്. പാകിസ്ഥാനിൽ നിന്ന് എന്തൊക്കെ ഒരു ഗോപനം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ അവമതിയും ക്രൂരതയും അവിടുത്തെ മുസ്ലിങ്ങളോട് കാട്ടിയാലും ഈ ന്യൂനപക്ഷത്തോടുള്ള നമ്മുടെ പെരുമാറ്റം തികച്ചും അന്തസ്സുറ്റിതായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വിഭജനം എന്ന് പറയുന്ന പ്രക്രിയയാണ്. നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ എന്ന് പറയുന്നതും ഇന്ത്യ എന്ന് പറയുന്ന രണ്ടായിട്ട് വിഭജിക്കുകയാണ് അല്ലേ. ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്തെ വിഭജിച്ചിട്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് രാഷ്ട്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ളവർ കൂടുതലായിട്ട് പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുകയാണ്. പിന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗഫർ ഖാനാണ്. അപ്പോൾ ഈ രാഷ്ട്ര സിദ്ധാന്തത്തെ എതിർത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ആര്? അബ്ദുൾ ഗഫർ ഖാൻ. അപ്പോൾ അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ അംഗമാകാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അതാണ് പറയുന്നത്. അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയുടെ അരിശേദ്യനായ നേതാവ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ രാഷ്ട്ര സിദ്ധാന്തത്തെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. ഇനി അപ്പം ഇവിടെ ലാഹോർ, കൽക്കട്ട, അമൃത്സർ തുടങ്ങിയ നഗരങ്ങൾ സാമുദായിക മേഖലകളായി വിഭജിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കളും സിഖുകാരും ഭൂരിപക്ഷമായിട്ട് അധിവസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന മുസ്ലിങ്ങൾ പോകാമെന്ന് ഒഴിവാക്കി. മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവർ ഇങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുകയാണല്ലേ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല എന്നുള്ളൊരു ഇത് വരാണ്. അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനൊക്കെ മുമ്പിൽ കലാപകാരികൾ തീ വയ്ക്കുന്നുണ്ട്. അതായത് മുസ്ലിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിംസിൻ്റെ അവിടെ നിന്ന് പുറത്താകണം, അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ നേരെ തിരിച്ചും ഹിന്ദുക്കളെ പുറത്താക്കണം. അതായത് അങ്ങനെ വർഗീയവാദികൾ അവിടെ കാണാൻ വർഗീയവാദം വരാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, നമ്മൾ ഇതാ പറഞ്ഞിട്ടുള്ളത് ആരാണ്? നമ്മുടെ സാദത്ത് ഹസൻ മൻഡോ വൈകിപ്പോയ ആതിഥേയത്വം എന്ന് പറയുന്ന ഒരു കഥയിൽ പറയുന്നുണ്ട് കേട്ടോ, അതിനെ കുറിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ എന്താ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, കുറേ പ്രത്യാഘാതങ്ങൾ പഠിച്ചു അല്ലേ. എന്തൊക്കെയാണ്? അഭയാർത്ഥി പ്രവാഹം നടക്കുന്നുണ്ട്. അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുമ്പോൾ കാലടിയായിട്ട് പോകണം, സ്വന്തം രാജ്യത്ത് നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വരാണ്. അതുപോലെ തന്നെ അതിൽ കുറേ സ്ത്രീകൾക്ക് അപഹരണം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി ഗരം ഹവ. എന്താണ് ഗരം ഹവ? സലീം മിർസ എന്ന ആഗ്രയിലെ ഷൂ നിർമ്മാതാവിന് താൻ ഇതുവരെ ജീവിച്ച ആളുകളുടെ ഇടയിൽ അപരിചിതനാകുന്നത് വേഗം തിരിച്ചറിഞ്ഞു. വിഭജനത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ യാഥാർത്ഥ്യത്തിൽ അയാൾ സ്വയം നഷ്ടപ്പെട്ടവനായി മാറി. അയാളുടെ കച്ചവടം മോശമാവുകയും തറവാടെ വിഭജിത ഇന്ത്യയുടെ മറുവശത്തു നിന്നും വന്ന അഭയാർത്ഥി കൈയേറുകയും ചെയ്തു. അപ്പോൾ വിഭജന ഫലമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഗരം ഹവ. ഗരം ഹവയിലെ കഥയാണ് നമ്മുടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഗരം ഹവ സംവിധാനം ചെയ്ത ആരാണ്? എം എസ് സത്യു ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഗരം ഹവ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്. പഠിച്ചു വെച്ചിരിക്കുകയാണ് എം എസ് സത്യു, ഗരം ഹവ. ഓക്കെ, നെക്സ്റ്റ് മഹാത്മാഗാന്ധിയുടെ ആത്മത്യാഗം. 1947 ഓഗസ്റ്റ് 15 നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഒന്നും തന്നെ മഹാത്മാഗാന്ധി പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം അപ്പോൾ രൂക്ഷമായ ഹിന്ദു മുസ്ലിം കലാപങ്ങളിൽ പെട്ടുപോയ കൊൽക്കത്തയുടെ ഭാഗങ്ങളിലായിരുന്നു. വർഗീയ കലാപങ്ങളിൽ അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനായിരുന്നു. അപ്പോൾ ഗാന്ധിജിയും ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സന്തോഷിക്കുകയല്ല ചെയ്തതാണ് ഇവിടെ പറയുന്നത്. ഹിന്ദു മുസ്ലിം കലാപം പൊട്ടിപ്പുറപ്പെടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നിർബന്ധിതമായിട്ട് എന്താണ് മതപരിവർത്തനം നടത്തുന്നത് കാണാനായിട്ട് സാധിച്ചു അല്ലേ. 1948 ജനുവരിയിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തേതായി തീർന്ന നിരാഹാരം ആരംഭിക്കുകയാണ്. കൊൽക്കത്തയിലെ പോലെ ഡൽഹിയിലും അദ്ദേഹത്തിൻ്റെ നിരാഹാരം നാടകീയമായ ഫലങ്ങൾ ഉളവാക്കി. വർഗീയ സംഘർഷങ്ങൾ, അക്രമങ്ങളൊക്കെ കുറയാണ്. അപ്പോൾ നിരാഹാരം നടത്തിയപ്പോൾ കുറേ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? 1948 ജനുവരി 30 അത്തരത്തിൽ ഒരു തീവ്രവാദിയായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ സായാഹ്ന പ്രവർത്തന വേളയിൽ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് നടക്കുകയും അദ്ദേഹത്തിന് നേരെ 3 തവണ നിറയൊഴിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗാന്ധിജി മരണമടഞ്ഞു. അങ്ങനെ സത്യത്തിനും അഹിംസയ്ക്കും നീതിക്കും സഹിഷ്ണുതയ്ക്കും വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്ന ആ പോരാട്ടം അവസാനിച്ചു. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് അല്ലേ. ക്ലിയർ ആണല്ലോ.
ഇനി ഇവിടെ എന്താ പറയുന്നത്, ലാഹോർ എന്നാ പറയുന്നത്, ജർമ്മനിയിൽ അവർ ചെയ്ത പോലെ ഇന്ത്യയുടെ പാകിസ്ഥാനെയും വിഭജനം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ലേ. അമൃത്സറിൽ നിന്നും പ്രഭാത ഭക്ഷണവും ലാഹോറിൽ നിന്നും ഉച്ചഭക്ഷണവും കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ലാഹോർ പറയുന്നുണ്ട്. വിഭജന ഫലമായിട്ട് പറയുന്നതാണ്. പിന്നെ അവൻ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേലും ഇ പി മേനോനും നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ സർദാർ പട്ടേൽ നാട്ടുരാജാക്കന്മാർക്ക് എഴുതിയ കത്തോടെ പറയുന്നുണ്ട്, ഇന്ത്യ ചരിത്രത്തിലെ നിർണായക ഘട്ടത്തിലാണ് നാം ഇപ്പോഴുള്ളത്. കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് രാജ്യത്തെ പുതിയ മഹത്വത്തിലേക്ക് എത്തിക്കണം. അതേസമയം തന്നെ ഐക്യത്തിൻ്റെ അഭാവം നമ്മളെ അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിൽ കൊണ്ടെത്തിച്ചേക്കാം എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളെല്ലാം ചേർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പറഞ്ഞു. ഇന്നത്തെ ഒറീസയിൽ 26 ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിൽ 14 വലിയ നാട്ടുരാജ്യങ്ങൾ, 119 ചെറുതും അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് പഠിച്ചു വെച്ചിരിക്കേണ്ടത് 1947 ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ ഇന്ത്യൻ അതിർത്തിയുടെ സമീപനത്തുള്ള മിക്കവാറുമെല്ലാം നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ കഴിഞ്ഞു. തങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതിക്കുന്നുവെന്ന് അർത്ഥമാക്കുന്ന ലയന കരാർ ഒപ്പുവെച്ചു. എന്നാൽ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ, മണിപ്പൂർ എന്നിവ നാട്ടുരാജ്യങ്ങളുടെ ലയനം എന്തായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്, ഇനി വീണ്ടും പറയുന്നില്ല. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ഈ ഒരു ബോക്സിൽ തന്ന കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സ്വാതന്ത്ര്യ സമര നേതാവാണ്, കോൺഗ്രസ് നേതാവാണ്, ഗാന്ധിജിയുടെ അനുയായി, ഉപപ്രധാനമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയുമാണ്. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള സംയോജനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങൾ സംയോജനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടന നിർമ്മാണ സഭയിലെ മൗലിക അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പ്രവിശ്യ ഭരണഘടനകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ അംഗമായിരുന്നു. നമുക്കറിയാം ഭരണഘടന നിർമ്മാണ സഭയിൽ പ്രധാനമായിട്ട് 8 കമ്മിറ്റികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പ്രവിശ്യ ഭരണഘടനകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ അംഗമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ക്ലിയർ ആണല്ലോ. ഇനി മഹാത്മാഗാന്ധി പറയുന്നത് നോക്കാം. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ഹിന്ദുസ്ഥാനിയെ എല്ലായിടത്തും ബോധന മാധ്യമമാക്കുന്നത് അസംബന്ധമായിരിക്കും. അതുപോലെ ഈ ഉദ്ദേശത്തിന് വേണ്ടി ഇംഗ്ലീഷ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിലും വലിയ അസംബന്ധമായിരിക്കും എന്നൊക്കെ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ആന്ധ്രാപ്രദേശിനെ കുറിച്ചിട്ടാണ് പിന്നെ പറയുന്നത്. ഇനി നമുക്ക് പോറ്റി ശ്രീരാമുലുവിനെ നോക്കാം. ഗാന്ധിജിയുടെ അനുയായിയായി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ചു. മദ്രാസ് പ്രവിശ്യയിലെ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി 1946 നിരാഹാര സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1952 ഒക്ടോബർ 19 മരണം വരെ നീണ്ട നിരാഹാര സമരം തുടങ്ങി. 1952 ഡിസംബർ 15 നിരാഹാര സമയത്ത് മരണമടഞ്ഞു. 1952 ഒക്ടോബർ 19 അദ്ദേഹം മരണം വരിക്കുന്നതിൽ അതുവരെ നിരാഹാര സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരാഹാര സമരം നടത്തിയിട്ടുണ്ടായത് ചോദിക്കാട്ടോ. പോറ്റി ശ്രീരാമുലുവാണ്. ഓക്കെ, പിന്നെന്താണ് പഠിക്കാനായിട്ടുള്ളത്? ഇവിടെ ഭാഷാ സംസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഭാഷാ സംസ്ഥാനങ്ങൾ എന്ന തത്വം സ്വീകരിച്ചെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളും പെട്ടെന്ന് ഭാഷാ സംസ്ഥാനങ്ങളായി എന്നത് ഇതിനർത്ഥമല്ല. ഗുജറാത്തി ഭാഷയും മറാത്തി ഭാഷയും സംസാരിക്കുന്ന ബോംബെ എന്ന ദ്വിഭാഷാ സംസ്ഥാനം പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഒരു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 1960 മഹാരാഷ്ട്രയും ഗുജറാത്തും സംസ്ഥാനങ്ങളായി മാറി. പഞ്ചാബിൽ 2 ഭാഷാ വിഭാഗങ്ങളുണ്ടായിരുന്നു. ഹിന്ദി സംസാരിക്കുന്നവരുണ്ടായിരുന്നു, പഞ്ചാബ് സംസാരിക്കുന്നവരുണ്ടായിരുന്നു. പഞ്ചാബി സംസാരിക്കുന്നവർ പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ടു. എന്നാൽ 1956 മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം അവർക്ക് ഭാഷാ സംസ്ഥാന പദവി നൽകിയില്ല. 10 വർഷം കഴിഞ്ഞ് 1966 ഇന്നത്തെ ഹരിയാനയും ഹിമാചൽ പ്രദേശും വിശാല പഞ്ചാബ് സംസ്ഥാനത്ത് നിന്നും ഉപയോഗിച്ച് മാറ്റിയതോടെയാണ് പഞ്ചാബിന് സംസ്ഥാന പദവി ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പുനഃസംഘടന നടന്നത് 1972 വടക്കിഴക്ക് മേഖലയിലാണ്. ആസാമിൽ നിന്നും മേഘാലയ വേർപ്പെടുത്തി. മണിപ്പൂരും ത്രിപുരയും കൂടി ആ വർഷം പ്രത്യേക സംസ്ഥാനങ്ങളായി മാറി. അരുണാചൽ പ്രദേശ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ 1987 നിലവിൽ വന്നു. വളരെ മുമ്പ് തന്നെ 1963 നാഗാലാൻഡ് സംസ്ഥാനമായി മാറിയിരുന്നു. എന്നിരുന്നാലും ഭാഷ മാത്രമായിരുന്നില്ല സംസ്ഥാന പുനഃസംഘടനയുടെ ഏക മാനദണ്ഡം. പിന്നീടുള്ള വർഷങ്ങളിൽ ഉപമേഖലകൾ പ്രത്യേക സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ വികസനത്തിലെ അസന്തുലിതാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. അത്തരം 3 സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഞ്ചൽ 2000 രൂപീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ മഹാരാഷ്ട്രയിലെ വിദർഭയും പശ്ചിമ ഉത്തർപ്രദേശിലെ ഹരിത പ്രദേശവും പശ്ചിമ ബംഗാളിലെ വടക്കൻ മേഖലയും ഈ പൊതു സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും
ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിഭജനത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ വിഭജനം രാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അനന്തരഫലമായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട 2 പ്രവിശ്യകളാണ് പഞ്ചാബും ബംഗാളും. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും സമീപ പ്രദേശങ്ങളായിരുന്നില്ല. അതിർത്തിക്കപ്പുറത്തേക്ക് ജനങ്ങളെ കൈമാറുന്ന ഒരു പദ്ധതിയും വിഭജന വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. തെറ്റായ പ്രസ്താവനയാണ് കമൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, തത്വങ്ങൾ ഉദാഹരണങ്ങളുമായിട്ട് ചെറുമടി ചേർക്കുക. മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തികൾ രൂപീകരിക്കുക. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള അതിർത്തികളുടെ രൂപീകരണം. ഭൂമിശാസ്ത്രപരമായ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ അതിർത്തികൾ വേർതിരിക്കുക. ഭരണപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള അടിസ്ഥാനത്തിൽ അതിർത്തികൾ വേർതിരിക്കുക. ഇതൊക്കെയാണുള്ളത് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇതിന് ആൻസർ പറഞ്ഞുതരാം. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിർത്തികൾ രൂപീകരിക്കുക എന്ന് പറഞ്ഞത് ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനുമാണല്ലോ അല്ലേ? ഇന്ത്യയും പാകിസ്ഥാനുമാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ അതിർത്തികളുടെ രൂപീകരണം ഏതായിരുന്നു? ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന് ഹിമാചൽ പ്രദേശും ഉത്തരാഞ്ചലും. നമ്മൾ ലാസ്റ്റ് വായിച്ചില്ല, അത് പറയുന്നതാണ് ഹിമാചൽ പ്രദേശും ഉത്തരാഞ്ചലും. ഇനി ഭൂമിശാസ്ത്രപരമായുള്ള മേഖലകളുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന് പറഞ്ഞത് ആരായിരുന്നു? അതിർത്തി നിർണ്ണയിക്കുന്ന പറഞ്ഞത് ആരായിരുന്നു? ജാർഖണ്ഡും ഛത്തീസ്ഗഡുമാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മേഖലയുടെ അടിസ്ഥാനത്തിൽ. ഭരണപരവും രാഷ്ട്രീയവുമായ അടിസ്ഥാനത്തിൽ അതിർത്തി വേർതിരിക്കുക എന്ന് പറഞ്ഞത് പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ്. ഭരണപരവും രാഷ്ട്രീയവുമായ അടിസ്ഥാനത്തിൽ അതിർത്തികൾ വേർതിരിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭൂപടം സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ താഴെ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ സ്ഥാനം രേഖപ്പെടുത്തുക. അത് വേണ്ട. നമുക്ക് ഇവിടെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതിരുന്ന കുറച്ച് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അല്ലേ? അത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. എ ആണോ, ബി ആണോ, ബി ആണോ, സി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ എല്ലാം ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം.